ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ. മൽക്കീസദേക്ക് ദൈവപുത്രന്റെ രാജത്വത്തിനും പൗരോഹിത്യത്തിനും മുൻകുറി ആണെന്നുള്ള ഒരു പഠനമാണ് നമ്മുടെ പ്രമേയം. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു മഹാപുരോഹിതൻ എന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് കാണുന്നു. എന്താണ് ഇതിന്റെ ചരിത്രം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിലാണ് നാം മൽക്കീസദേക്കിനെ കാണുന്നത്. യുദ്ധം കഴിഞ്ഞ് വിജയിയായി മടങ്ങി വരുന്ന അബ്രഹാമിനെ മൽക്കീസദേക്ക് എതിരേറ്റു വരികയും അപ്പവും വീഞ്ഞും കൊടുത്ത് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. അബ്രഹാം അവനെ സകലത്തിൽ ദശാംശം കൊടുക്കുന്നു. അവൻ ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമാണെന്ന് ദൈവവചനം പറയുന്നു. വീണ്ടും 1000 വർഷം കഴിഞ്ഞിട്ട് ദാവീദ് സങ്കീർത്തനത്തിൽ ദൈവപുത്രന്റെ പൗരോഹിത്യത്തിന് മുൻകുറിയായി മൽക്കീസദേക്കിനെ ഉദ്ധരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 110:4. വീണ്ടും 1000 വർഷം കൂടെ കഴിഞ്ഞ് എബ്രായ ലേഖനത്തിൽ നമ്മുടെ കർത്താവിന്റെ വർത്തമാനകാല ശുശ്രൂഷയെ പറ്റി വിവരിക്കുമ്പോൾ മൽക്കീസദേക്കിന്റെ പൗരോഹിത്യ ശുശ്രൂഷയെ നിഴലായി എടുത്തു പറഞ്ഞിരിക്കുന്നു. എബ്രായ ലേഖനം 5:5, 6, 10 വാക്യങ്ങൾ, 6-ാം അധ്യായം 20-ാം വാക്യം, 7-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ദൈവപുത്രന്റെ ക്രൂശിലെ പരമയാഗത്തിന്റെ പ്രതിഫലനം അനേക സംഭവങ്ങളിൽ നിഴലിച്ചിരിക്കുന്നത് പോലെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ജനത്തിനു വേണ്ടി ചെയ്യുന്ന മഹാപൗരോഹിത്യ വേലയെ മൽക്കീസദേക്കിന്റെ ശുശ്രൂഷ പ്രതിബിംബിക്കുകയാണ്. നമുക്ക് ഈ വിഷയം അല്പം കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് അവന്റെ പേരിന്റെ അർത്ഥങ്ങൾ? നീതിയുടെ സമാധാനത്തിന്റെ രാജാവ്. നീതിയും സമാധാനവും ഒന്നിച്ചൊരേ ആളിൽ സമ്മേളിച്ചിരിക്കുന്നത് എത്രയോ അത്ഭുതകരമാണ്. പാപനിമിത്തം ദൈവനീതിയുടെ മുമ്പിൽ മരണയോഗ്യരായി തീർന്ന മനുഷ്യവർഗത്തിന് വേണ്ടി 100% നീതിയും നമ്മുടെ കർത്താവായ യേശു തന്റെ ക്രൂശ് മരണത്താൽ കൊടുത്തു വീട്ടി. അങ്ങനെ അവൻ തന്റെ മഹാപ്രാണത്യാഗത്താൽ സമ്പാദിച്ചിരിക്കുന്ന നീതി വിശ്വാസത്താൽ നമുക്ക് അവകാശമാക്കി തീർക്കാം. അതിന്റെ ഫലമായി നമുക്ക് സമാധാനം കൈവന്നു. ഈ നീതിയും സമാധാനവും അനുഭവിക്കുന്നവർക്കും കർത്താവ് നമ്മുടെ നീതിയും സമാധാനമാണെന്ന് ഉറപ്പോടെ പറയാം. അടുത്തത്, മൽക്കീസദേക്കിന് ജീവാരംഭമോ ജീവാവസാനമോ ഇല്ല. നാം പഠിക്കുമ്പോൾ മൽക്കീസദേക്കിന്റെ പൂർവികന്മാരെ കുറിച്ച്, അവന്റെ വംശപാരമ്പര്യത്തെ കുറിച്ചോ ജനന മരണങ്ങളെ കുറിച്ചോ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ അവനെ ദൈവപുത്രന് സദർശനാക്കിയിരിക്കുന്നു. അഹരോന്യ പൗരോഹിത്യത്തിൽ വംശപാരമ്പര്യവും പ്രായവും അതിന് യോഗ്യതകളും പരിഗണനകളായിരുന്നു. ആകയാൽ അഹരോന്യ പൗരോഹിത്യത്തെക്കാൾ ഉന്നതമായ ശ്രേഷ്ഠമേറിയ ഒരു പൗരോഹിത്യമാണ് നമ്മുടെ കർത്താവിനുള്ളത്. നമ്മുടെ കർത്താവ് അനാദിയാണ്, ആദിയിൽ ഉണ്ടായിരുന്നവനാണ്. അവന്റെ സംവത്സരങ്ങൾ അവസാനിക്കാത്തതാണ്. ഈ വിധ യോഗ്യതകളുള്ള ഒരാളിന് മാത്രമേ നമ്മുടെ രക്ഷിതാവും കർത്താവും മഹാപുരോഹിതനുമായിരിക്കുവാൻ അവകാശമുള്ളൂ. അടുത്തത്, അവൻ രാജാവും പുരോഹിതനുമാണ്. പ്രിയമുള്ളവരെ, പ്രവാചകനും പുരോഹിതനും രാജാവും എന്നുള്ള പദവികൾ ഇസ്രായേലിൽ വളരെ ശ്രേഷ്ഠമായിരുന്നു എന്ന് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു കഴിഞ്ഞു. അവ മൂന്നും ചേർന്ന പദവി ക്രിസ്തുവിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ പുനരുത്ഥാനത്തിന് ശേഷമാണ് അവനെ മഹാപുരോഹിതനായി കാണുന്നത്. അത് സ്വർഗത്തിലാണ്. ദൈവജനം പറയുന്നു, അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകെ ഇല്ലായിരുന്നു. കാരണം നമ്മുടെ കർത്താവ് ലേവി ഗോത്രക്കാരനല്ലല്ലോ. ഇസ്രായേലി ഗോത്രങ്ങളിൽ ലേവി ഗോത്രം മാത്രമാണ് പൗരോഹിത്യ ഗോത്രം. അഹരോനാണ് അതിലെ ഒന്നാമത്തെ മഹാപുരോഹിതൻ. അവന്റെ കുടുംബത്തിൽ ജനിക്കുന്ന പുരുഷന്മാർക്ക് മാത്രമുള്ളതായിരുന്നു ഇപ്രകാരമുള്ള പൗരോഹിത്യ ശുശ്രൂഷ. നാം വീണ്ടും ചിന്തിക്കുന്നത്, എന്താണ് മൽക്കീസദേക്കിന്റെ പൗരോഹിത്യത്തിന്റെ സ്വഭാവം? പാപം ചെയ്യുന്നവർക്കായി യാഗം കഴിക്കുന്ന ശുശ്രൂഷയാണ് അഹരോന്യ പുരോഹിതന്മാർക്കുള്ളത്. എന്നാൽ വിശ്വാസികളെ പാപം ചെയ്യാതെ സൂക്ഷിക്കുന്നതാണ് യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം. അഹരോന്യ പൗരോഹിത്യം മാറിപ്പോകുന്നതും മരണമുഖാന്തരം മുടക്കം വരുന്നതുമായിരുന്നു. അത് ന്യായപ്രമാണത്തിന്റെ മാറ്റത്തെ ഓർമ്മിപ്പിക്കുന്നു. എബ്രായ ലേഖനം 7-ാം അധ്യായം 12-23 വാക്യം. യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങളാൽ അഹരോന്യ പൗരോഹിത്യത്തിന് അന്ത്യം വന്നു. അങ്ങനെ ലേവിയ പൗരോഹിത്യത്തിന് സാധിക്കാൻ കഴിയാതെ പോയ കാര്യം, അതായത് മനുഷ്യർക്ക് പാപമോചനം കൊടുത്ത് അവനെ നിത്യമായി പൂർണ്ണതയിലെത്തിക്കുവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് കഴിഞ്ഞിരുന്നു. ഞാൻ അതൊന്നുകൂടെ വിശദമാക്കട്ടെ. ദയവായി നാം 5-ാം അധ്യായം ആണ് പഠിക്കുന്നെങ്കിലും ഒരാവർത്തിയെങ്കിലും 7-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തത ഉണ്ടാവും. പല കാര്യങ്ങളുടെയും ഉൾക്കാഴ്ച നമുക്ക് ലഭ്യമായി തീരുവാൻ ഇടയായി. അവിടെ ജഡസംബന്ധമായ കൽപ്പന, അതായത് പഴയ നിയമ പൗരോഹിത്യ പാരമ്പര്യത്തെ പറ്റിയുള്ള ന്യായപ്രമാണ നിബന്ധനയിലാണ് ന്യായപ്രമാണ പൗരോഹിത്യം നിലവിൽ വന്നത്, അല്ലെങ്കിൽ അത് നിലനിന്നത്. എന്നാൽ യേശുവിന്റെ പൗരോഹിത്യം ദൈവത്തിന്റെ ആണയാൽ ഉറപ്പിക്കപ്പെട്ടത്, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ പ്രാപിച്ചത് മാത്രമേ. നാം ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ ഇങ്ങനെ കണ്ടു, അബ്രഹാം യുദ്ധം കഴിഞ്ഞ് ക്ഷീണിച്ച് മടങ്ങി വരുമ്പോൾ സോദോം രാജാവിന്റെ പരീക്ഷയിൽ തോറ്റുപോകാതിരിപ്പാൻ ദൈവം കരുതിയ മാർഗമാണ് മൽക്കീസദേക്കിന്റെ സാന്നിധ്യവും വാക്കുകളും. അതോടുകൂടി മൽക്കീസദേക്കുമായിട്ടൊരു കൂട്ടായ്മ, ഒരു ബന്ധം. അവിടെ അപ്പവും വീഞ്ഞു നൽകി അബ്രഹാമിനെയും കൂടുതലുള്ളവരെയും പോഷിപ്പിക്കുന്നു. സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് സോദോം രാജാവ് പറഞ്ഞപ്പോൾ ആ രാജാവിനോട് വേണ്ട എന്ന് പറയുവാൻ, ഞാനൊന്നും എടുക്കുകയില്ലെന്ന് പറയുവാൻ അബ്രഹാമിന് കഴിഞ്ഞത് മൽക്കീസദേക്കുമായി തനിക്കുണ്ടായ ഒരു കൂട്ടായ്മയാണ്. പ്രിയമുള്ളവരെ, സോദോം
ഈ ദുഷ്ടലോകത്തിന്റെ ഒരു ചിത്രമാണ്. സാത്താൻ ഇപ്പോൾ ഈ ലോകത്തിന്റെ അധിപതിയാണ്. പഴയ നിയമത്തിൽ വളരെ പരാക്രമശാലിയായ ശിംശോനെ ദലീല ചതിച്ചതുപോലെ ഈ ലോകം വിശുദ്ധന്മാരെ വീഴ്ത്തുവാൻ സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുവാൻ നമ്മുടെ കർത്താവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ മതിയായതാണ്. ലോകാവസാനത്തിങ്കിൽ സ്വന്തം യാഗം കൊണ്ട് ഒരിക്കലായി എന്നേക്കുമായി പാപപരിഹാരം വരുത്തിയ ശേഷം തന്റെ വിശുദ്ധന്മാരുടെ വർത്തമാനകാല രക്ഷയ്ക്കായി സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് നമ്മുടെ കർത്താവ് ഇരിക്കുന്നു. അവന്റെ പൗരോഹിത്യ ശുശ്രൂഷയെ മധ്യസ്ഥത എന്നാണ് പറയുന്നത്. അതിനാൽ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനത്രേ. മൽക്കീസേദെക്കിന്റെ കൂട്ടായ്മ അബ്രഹാമിനെ സോദോം രാജാവിന്റെ കെണിയിൽ നിന്ന് രക്ഷിച്ചതുപോലെ തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 1:9. അപ്പവും വീഞ്ഞും കർത്താവിന്റെ തകർന്ന ശരീരത്തെയും ചൊരിഞ്ഞ രക്തത്തെയും കാണിക്കുന്നു. നാം അതിൽ പങ്കാളികളായി തീരുമ്പോൾ നമ്മുടെ കർത്താവുമായും സഹവിശ്വാസികളുമായും നമുക്കുള്ള കൂട്ടായ്മയെ അത് വെളിപ്പെടുത്തും. പ്രിയമുള്ളവരെ, വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് പ്രധാന അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവുമായിട്ടുള്ള ഈ കൂട്ടായ്മ ബന്ധമാണ്. മൽക്കീസേദെക്കിന്റെ മറ്റൊരു പ്രത്യേകത, അബ്രഹാമിൽ നിന്ന് ദശാംശം വാങ്ങി. അബ്രഹാം മൽക്കീസേദെക്കിന് സകലത്തിനും ദശാംശം കൊടുത്തു. കർത്താവിന്റെ കൂട്ടായ്മയിലേക്ക് വരുന്നവർ തങ്ങളുടെ വരുമാനത്തിൽ ഒരു ഭാഗം കർത്താവിനായി മാറ്റിവെക്കേണ്ടതാണ്. അബ്രഹാം ന്യായപ്രമാണ കാലത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ആളാണ്. വിശ്വാസികളുടെ പിതാവ് കാണിച്ച ഈ മാതൃക നാമും പിന്തുടരേണ്ടതാണ്. അടുത്തത്, നമ്മുടെ കർത്താവ് നീതിയോടെ ഭരിക്കുവാൻ വരുന്നു. കർത്താവ് സ്വർഗത്തിലെ തന്റെ മഹാപുരോഹിത ശുശ്രൂഷ തികച്ച ശേഷം അവൻ ഏകരാജാവായി ഭൂമിയെ ഭരിക്കുവാൻ വേഗം വരുന്നു. കർത്താവ് ദാവീദിന്റെ സന്തതിയായിരിക്കാൻ അവൻ ഇസ്രായേലിന്റെ രാജാവും സിംഹാസനത്തിന്റെ അവകാശിയുമാണ്. നമ്മുടെ കർത്താവിന്റെ ജനനത്തിങ്കിൽ രാജാവായ പ്രഥമൻ എവിടെ എന്നുള്ള ചോദ്യത്തോടെയാണ് വിദ്വാൻമാർ വന്നത്. കർത്താവിനെ വിസ്തരിച്ചപ്പോൾ പീലാത്തോസ് ചോദിച്ചു, എന്നാൽ നീ രാജാവ് തന്നെ അല്ലയോ? യോഹന്നാൻ 18:37. മീഖ പഴയ നിയമത്തിൽ പ്രവചിച്ചതും 5:2. മത്തായി സുവിശേഷകൻ ഉദ്ധരിച്ചതും ഇസ്രായേലിന് അധിപതിയായവൻ എഴുന്നേറ്റ് വരും എന്നാണ്. വംശാവലിപരമായും ജ്യോതിശാസ്ത്രപരമായും പ്രവചനപരമായും അവൻ രാജാവ് തന്നെ. ദൈവം തന്റെ പുത്രനെ തന്റെ വിശുദ്ധ പർവ്വതമാകുന്ന സിയോനിൽ വാഴിക്കുവാൻ പോകുകയാണ്. സങ്കീർത്തനം 2:6. അവൻ രാജാതിരാജാവായി ഇറങ്ങി വരും. ലോകരാജ്യത്വം നമ്മുടെ കർത്താവ് ഏറ്റെടുക്കും. അവൻ നീതിയോടെ ഭരിക്കും. പ്രിയമുള്ളവരെ, ഇവനത്രേ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. അവനത്രേ നമ്മുടെ രാജാവ്. ആ യേശു രാജാതിരാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനുമാണ്. നാം ഈ പുസ്തകത്തിൽ കൂടി പഠിക്കുന്നത് നമ്മുടെ ക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. പ്രിയമുള്ളവരെ, 5-ാം അധ്യായത്തിന്റെ പഠനം ഇവിടെ പൂർണ്ണമാകുകയാണ്. നമുക്ക് തുടർമാനമായുള്ള അധ്യായങ്ങൾ വായിച്ചു പഠിക്കാം. മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതൻ എന്നുള്ള പഠനം നാം വീണ്ടും തുടരുകയാണ്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.